നമ്മുടെ ഈ വർഷം അവസാനിക്കുകയാണ്. ചില മിനിറ്റുകൾക്ക് ശേഷം പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കറിഞ്ഞുകൂടാത്ത ഒരു കാര്യം നമ്മുടെ ഭാവി എന്താണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ഭാവിയുടെ കാര്യമല്ല, അത് നമുക്കറിയാം. എന്നാൽ അടുത്ത ദിവസം എന്താകും, അടുത്ത വർഷം എന്താകും, അടുത്ത ദിവസങ്ങൾ എന്തെല്ലാം സംഭവിക്കും, ഇത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് ദൈവം നമ്മോട് ആരോടും പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ആകുലം എന്നുള്ളത് എന്താകും, നാളെ എന്താകും, അടുത്ത വർഷം എന്താകും, ഇനിയുള്ള കാര്യങ്ങൾ എന്താകും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരിക എന്നുള്ളത് മാനുഷികമായി സ്വാഭാവികമാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അത് തൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ ഘട്ടത്തിൽ ശിഷ്യന്മാരോട് ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. അത് നിമിത്തം താൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ ദുഃഖിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവ് പോയാൽ ഇനി ഞങ്ങളുടെ കാര്യം എന്താകും? ഞങ്ങളെല്ലാം വിട്ട് കർത്താവിനെ പിൻപറ്റി കർത്താവ് പറയുകയാണ് ഞാൻ പോകുകയാണ്, ഇനി നമ്മുടെ കാര്യം എന്താകും? കർത്താവ് ഇനി എവിടെയാ പോകുന്നത്, അങ്ങോട്ടുള്ള വഴി ഏതാ? ഇങ്ങനെ അനേക കാര്യങ്ങൾ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താനായിട്ട് കർത്താവ് പോകുന്നതിന് മുൻപ് അവരോട് പറഞ്ഞ വാക്കുകളാണ് യോഹന്നാൻ 13 മുതലുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. അപ്പർ റൂം ഡിസ്കോഴ്സ്, മാളിക മുറി പ്രഭാഷണം എന്ന പേരിൽ നാം അറിയുന്ന 13 മുതൽ 16 അല്ലെങ്കിൽ 17 വരെയുള്ള അധ്യായങ്ങൾ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താൻ, ആകുലപ്പെട്ടിരിക്കുന്ന, താൻ വിട്ടേച്ചു പോകുന്ന ഈ ശിഷ്യന്മാരുടെ ആകുലങ്ങളെല്ലാം അകറ്റാൻ, ഭാവിയെ സംബന്ധിച്ച് അവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകാൻ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിലുള്ളത്. ഈ വർഷത്തിൻ്റെ ഒടുവിൽ പുതിയ വർഷത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന നമുക്കും ആകുലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വാക്കുകൾ ഇന്നും നമുക്കും റെലവൻ്റ് ആയ വാക്കുകളാണ്. അതിൽ നിന്ന് 1-2 വാചകം മാത്രം ഞാൻ വായിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 2 വാക്യങ്ങൾ മാത്രം ഇപ്പോൾ വായിക്കുന്നു. 18-19 വാക്യങ്ങൾ. ജോൺ 14:18 and 19. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞുവെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. കർത്താവ് പറഞ്ഞ ഒടുവിലത്തെ ആ വാചകമാണ് പ്രധാനമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ബിക്കോസ് ഐ ലിവ്, ye shall live also. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയ ജീവനുണ്ട്, ആത്മീയമായി നിങ്ങൾ ജീവിക്കും. ആ അർത്ഥത്തിൽ അത് ശരിയാണ്, അല്ലാത്ത അർത്ഥത്തിലും അത് ശരിയാണ്. കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് നമുക്കും മുമ്പോട്ട് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. ആ വാക്യം പറയുന്നതിന് മുൻപ് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ചില തർജ്ജമകളിൽ ഞാൻ നിങ്ങളെ കംഫർട്ട്ലെസ്സായി, ആശ്വാസമറ്റവരായി വിടുകയില്ല എന്നാണ് ഇംഗ്ലീഷിലെ ചില തർജ്ജമകളിൽ. ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻസ്, അനാഥരായി വിടുകയില്ലെന്നും ചില തർജ്ജമകളിലുണ്ട്. രണ്ടും നല്ലത് തന്നെയാണ്. ഞാൻ നിങ്ങളെ ആശ്വാസമില്ലാത്തവരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ആരോരുമില്ലാത്തവരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. എന്താ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 ആശയങ്ങൾ ആ വാചകത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും. 2, ഞാൻ പോയി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് പകരം നിങ്ങളുടെ അടുക്കൽ അയക്കും. ആ അർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. 3, അവരെ വിട്ടിപ്പോൾ പോകുന്ന കർത്താവ് കുറച്ചു നാൾ കഴിഞ്ഞ് ആ കർത്താവ് വീണ്ടും വരും. ഈ 3 അർത്ഥത്തിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്നുള്ളത് ശരിയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരുടെ അടുത്ത് ചെല്ലും, പരിശുദ്ധാത്മാവ് അവരുടെ അടുക്കൽ വരും, പിന്നെ വീണ്ടും കർത്താവ് മടങ്ങി വരും. ഈ 3 അർത്ഥത്തിലും ഈ വാചകത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത വാചകം, കുറഞ്ഞുവെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ലോകം എന്നെ കാണുകയില്ല. കർത്താവ് മരിച്ച് അടക്കി കഴിഞ്ഞ്
അവിശ്വാസികൾ ആരും പിന്നെ കർത്താവിനെ കണ്ടിട്ടില്ല എന്നാണ് നാം പൊതുവെ മനസ്സിലാക്കുന്നത്. കർത്താവ് മരിച്ചു കഴിഞ്ഞ് അവിശ്വാസികൾ ആരും പിന്നെ കർത്താവിനെ കണ്ടിട്ടില്ല, അടക്കിക്കഴിഞ്ഞു. പിന്നെ കർത്താവിനെ കണ്ടവരായി പറയുന്ന എല്ലാവരും വിശ്വാസികളാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് എല്ലാം വിശ്വാസികൾക്കാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 4-ാം വാക്യം നോക്കുക. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ-അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. കർത്താവ് മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് നമുക്കുള്ള രേഖകൾ അനുസരിച്ച് പ്രത്യക്ഷനായത് മുഴുവൻ വിശ്വാസികൾക്കാണ്. കർത്താവ് അവിശ്വാസികളായ ആർക്കും പ്രത്യക്ഷനായതായിട്ട് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. കർത്താവ് പറയുകയാണ്, കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ഞാൻ പോകും, പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണും. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ കർത്താവിനെ കാണും. മാത്രമല്ല, മറ്റൊരർത്ഥത്തിൽ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും വിശ്വാസത്താൽ അവർ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ആ സ്റ്റേജിലാണ്. കർത്താവ് നമ്മെ വിട്ടു പോയി, പക്ഷേ വിശ്വാസ കണ്ണാൽ നാം ഇപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ വാചകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ശിഷ്യന്മാരുടെ ഭയപ്പെട്ടിരിക്കുന്ന, ആകുലപ്പെട്ടിരിക്കുന്ന, ഭാവി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ ധൈര്യത്തിനായിട്ട് കർത്താവ് പറയാണ്, നിങ്ങളൊന്നും ഭയപ്പെടണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ ജീവിക്കുന്നുണ്ട് നിങ്ങളും ജീവിക്കും. കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം. കർത്താവ് ഉണ്ട്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. രോഗം വരുമോ, ക്യാൻസർ വരുമോ, അപകടം വരുമോ, മരണം വരുമോ, മറ്റു ദുഃഖങ്ങൾ വരുമോ, കോവിഡ് വരുമോ, ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അറിഞ്ഞുകൂടാത്ത അനേക കാര്യമുണ്ട്. പക്ഷെ അതിന്റെ നടുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ ഒരു കാര്യം? കർത്താവ് ജീവിക്കുന്നു, കർത്താവ് നമുക്കായിട്ടുണ്ട്. അവൻ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് 4 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, അവനുണ്ട്, അവൻ ഇന്നും ജീവിക്കുന്നു, നമുക്ക് കർത്താവുണ്ട്. അവൻ മരിച്ചടക്കപ്പെട്ട് അവസാനിച്ചു പോയവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാ. കർത്താവ് ഉണ്ടെന്നുള്ളതാണ് ഭാവിയെ നേരിടുവാൻ, പുതിയ വർഷത്തെ നേരിടുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. ലോകത്തിലേക്ക് നോക്കിയാൽ ധൈര്യപ്പെടാനൊന്നുമില്ല. കോവിഡ് വീണ്ടും വരുന്നെന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗങ്ങളും യുദ്ധങ്ങളും വർദ്ധിക്കുന്നുവെന്നാണ് പത്രങ്ങളെല്ലാം പറയുന്നത്. നമുക്ക് ആശ്വസിക്കാൻ ലോകത്തിലൊന്നുമില്ല, ധൈര്യപ്പെടുവാൻ നമുക്ക് ലോകത്തിലൊന്നുമില്ല. എന്നാൽ വിശ്വാസികളായി നാം ഭാവിയെ പുഞ്ചിരിയോടുകൂടെ നേരിടാനുള്ള ഏക കാര്യം, എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് കർത്താവുണ്ട്, അത് ധാരാളം മതി. കർത്താവ് ജീവിക്കും. ആ ഉറപ്പിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കർത്താവ് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യതരൻ. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ ജീസസ് ഈസ് ദ സെയിം. ഇന്നലെയും ഇന്നും എന്നേക്കും യാതൊരു മാറ്റവുമില്ലാത്തവനായി, സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ലാത്തവനായി, കഴിവിൽ യാതൊരു മാറ്റവുമില്ലാത്തവനായി, ശക്തിയിൽ യാതൊരു മാറ്റവുമില്ലാത്തവനായി, തൻ്റെ സ്നേഹത്തിൽ യാതൊരു മാറ്റവുമില്ലാത്തവനായി. ഇന്നലെ അങ്ങനെ ഇരുന്നോ അങ്ങനെയാണ് ഇന്നിരിക്കുന്നത്, നാളെയും അങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്. ഒരു മാറ്റവും വരാത്ത കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അവൻ നമുക്കുണ്ട്. ചാൾസ് ജോണിന്റെ ഒരു പാട്ടിൽ എനിക്ക് യേശുവുണ്ട് ഈ മരുവിൽ എന്ന് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. വളരെ നല്ലൊരു ആശയമാണ്. എനിക്ക് യേശുവുണ്ട് ഈ മരുവിൽ. നിങ്ങളിൽ പലരും ഒരുപക്ഷെ കേട്ട് കാണാൻ സാധ്യതയുള്ള, കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. എം ഇ ചെറിയാൻ സാറിന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യം.
സാറ് വേലയ്ക്കൊക്കെ തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി ആദ്യകാലങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച നാളുകളാണ്. അങ്ങനെ ഒരിക്കൽ താൻ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാണും, ഒക്കെ വളരെ ബുദ്ധിമുട്ടി ഇരുന്നൊരു കാലത്ത് തമിഴ്നാട്ടിൽ തന്നെ മറ്റൊരിടത്ത് വേല ചെയ്തിരുന്ന ഒരു മിഷണറിക്ക്, വിദേശിയായ ഒരു മിഷണറിക്ക് താൻ ഒരു എഴുത്തെഴുതി. ആ എഴുത്തിൽ തൻ്റെ ചില പ്രയാസങ്ങളെക്കുറിച്ചും താൻ വളരെ വൈഷമ്യത്തിലാണെന്നും ബുദ്ധിമുട്ടിലാണെന്നും ഒക്കെ ഉള്ള പോലെയുള്ള ഒരു വിഷമത്തോടു കൂടിയ ഒരു എഴുത്താണ്. ആ എഴുത്ത് കിട്ടിയപ്പോൾ ആ മിഷണറി തന്നോട് ചോദിച്ചു, നിന്നെ വേലയ്ക്ക് വിളിച്ച് ആക്കിയ ആള് ഇപ്പോഴും ഉണ്ടോ അതോ മരിച്ചുപോയോ? നിന്നെ വേലയ്ക്ക് വിളിച്ച് ആക്കിയ ആള് ഇപ്പോഴും ഉണ്ടോ അതോ അയാൾ മരിച്ചുപോയോ? ആ ചോദ്യം സാഹിബിന്റെ മറുപടിയുടെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്നെ വേലയ്ക്ക് വിളിച്ച് ആക്കിയ ആള് ഇപ്പോഴും ഉണ്ടോ അതോ മരിച്ചുപോയോ? ആ ചോദ്യത്തിൽ നിന്ന് സാർ എഴുതിയ പാട്ടാണ് ഗീതം ഗീതം ജയ ജയ ഗീതം എന്നുള്ള പാട്ട്. നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. ആ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം കാരണം അതാണ്. പ്രിയപ്പെട്ടവരെ, ഭാവിയെ നേരിടുവാൻ, നാളെ നേരിടുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു, അതുകൊണ്ട് നമ്മളും ജീവിക്കും. അവൻ ജീവിക്കുന്നത് കൊണ്ട് അവന്റെ മക്കളായി നാമും ജീവിക്കും. അവൻ ജീവിക്കുന്നുകൊണ്ട് അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന നാമും ജീവിക്കും. ഇത് എത്രയോ വലിയ ഒരു ധൈര്യമാണ്. രണ്ടാമത്, അവൻ ജീവിക്കുന്നു എന്നുള്ളതിനുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ യോഹന്നാൻ 14 തന്നെ കർത്താവ് പറഞ്ഞ, ഞാൻ നേരത്തെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, മറ്റൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുകയാണ്, എന്നാൽ 16-ാം വാക്യത്തിൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതിന്റെ 17-ന്റെ ഒടുവിൽ പറയാണ്, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. അപ്പോൾ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതിന്റെ അനുഭവവശത്തെ ഇന്ന് നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് ജീവിക്കുന്ന ഒരു വസ്തുതയാണ്, നമുക്കതറിയാം. എന്നാൽ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ നമ്മോടുകൂടെ ഉണ്ട് എന്ന് അനുഭവവശത്ത് നാം അറിയുന്നത് നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് കർത്താവ് തന്ന കാര്യസ്ഥൻ വഴിയാണ്. അപ്പോൾ ഇന്ന് യേശുക്രിസ്തു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നമ്മോടുകൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. നിങ്ങൾ നേരത്തെ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു എന്നുള്ളതിന് ഗ്രീക്കിൽ 2 വാക്കുകളുണ്ട്. അതിൽ ഒരു വാക്കിന്റെ അർത്ഥം വേറൊരു സ്വഭാവമുള്ള മറ്റൊരു, അനദർ ഓഫ് എ ഡിഫറെന്റ് നേച്ചർ. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു, അനദർ എന്നുള്ള വാക്കിന്റെ അർത്ഥം അനദർ ഓഫ് ദ സെയിം കൈൻഡ്, ഇതേ സ്വഭാവമുള്ള മറ്റൊരു എന്ന് പറഞ്ഞാൽ, ഒരു ഓറഞ്ച് എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഓറഞ്ച് ഒരു പഴമാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, മറ്റൊരു പഴം ഞാൻ നിങ്ങൾക്ക് തരാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മാങ്ങ തരിക. 2 പഴമാണ്, 2 ഫ്രൂട്ടാണ്. പക്ഷേ ആ മറ്റേ പഴം വേറൊരു സ്വഭാവമുള്ളതാണ്. 2 പഴമാണ്, പക്ഷെ വേറൊരു സ്വഭാവമുള്ളതാണ്. അതാണ് അനദർ ഓഫ് എ ഡിഫറെന്റ് നേച്ചർ എന്നുള്ള വാക്ക്. എന്നാൽ ഇവിടെ കർത്താവ് ഉപയോഗിച്ച വാക്ക്, എൻ്റെ കയ്യിൽ ഒരു ഓറഞ്ച് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേറൊരു പഴം തരാമെന്ന് പറഞ്ഞ് ഒരു ഓറഞ്ച് തന്നെ തന്നാൽ അത് വേറൊരു പഴമാണ്, പക്ഷേ ഇറ്റ് ഈസ് ഓഫ് ദ സെയിം നേച്ചർ, ഇതേപോലെ തന്നെയുള്ള വേറൊരു പഴമാണ്. ഇവിടെ കർത്താവ് പറഞ്ഞ മറ്റൊരു എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെയുള്ള കാര്യസ്ഥൻ എന്നതിന്റെ അർത്ഥം. ഞാൻ എന്തുമാത്രം ദൈവമാണോ അത്രയും ദൈവമായ വേറൊരാള്. ഞാൻ എന്തുമാത്രം നല്ലവനാണോ അത്രയും നല്ലവനായ വേറൊരാള്. ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നവനാണോ അത്രയും സ്നേഹമുള്ള വേറൊരാള്. ഞാൻ എന്തുമാത്രം കരുതുന്നവനാണോ അത്രയും കരുതുന്ന വേറൊരാള്. മറ്റൊരു എന്ന് പറഞ്ഞാൽ someone exactly like me എന്ന ആ വാക്കിന്റെ അർത്ഥം. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയി, പക്ഷേ അവൻ ഇന്നും ജീവിക്കുകയാണ്. നമ്മോട് കൂടെ അവനെ പോലെ തന്നെയുള്ള പരിശുദ്ധാത്മാവ്
നമ്മോട് കൂടെ തരാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടാണ് കർത്താവ് ലോകത്തിൽ നിന്ന് പോയത്. അതുകൊണ്ട് നാം അനാഥരല്ല. കർത്താവ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാതെ പോയി എന്നുള്ളത് ശരിയാണെങ്കിലും അവനെ പോലെ തന്നെയുള്ള മറ്റൊരുവൻ, തൃത്വത്തിൽ രണ്ടാമൻ, അവൻ നമ്മോട് കൂടെയുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു എന്നുള്ള വാക്ക് അർത്ഥവത്തായ ഒരു വാക്കാണ്. ഇനി അടുത്ത വാക്ക് മറ്റൊരു കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്നുള്ളത് ഹെൽപ്പർ, കംഫർട്ടർ എന്നൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ അർത്ഥം വൺ ഹു കംസ് അലോങ് ബൈ അവർ സൈഡ്, നമ്മുടെ അരികിൽ നിൽക്കുന്നവനെന്നാണ് കാര്യസ്ഥൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. വൺ ഹു സ്റ്റാൻഡ്സ് ബൈ അവർ സൈഡ്, നമ്മുടെ സമീപത്തരികിൽ നിൽക്കുന്നവൻ, അതാണ് കാര്യസ്ഥൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ സഹായിയ. നമുക്കറിയാം, ഒരാൾക്ക് നടക്കാൻ വയ്യെങ്കിൽ അയാളെ നടക്കാൻ സഹായിക്കാനായിട്ട് ഒരാൾ വശത്ത് നിന്നാൽ മതി. വശത്ത് നിൽക്കുന്ന ആളുടെ തോളിൽ കൈയിട്ട് നടക്കാൻ വയ്യാത്ത ഇയാൾക്ക് നടക്കാൻ കഴിയും. അതാണ് അരികിൽ നിൽക്കുന്നവൻ എന്നുള്ളതിന്റെ ആശയം. ഈ പരിശുദ്ധാത്മാവ് ആരാ? ഹി ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ബൈ അവർ സൈഡ്. അവൻ നമ്മുടെ സമീപത്ത് നിൽക്കുന്നവനാ, നമ്മോട് കൂടെ നിൽക്കുന്നവനാ. അവൻ നമ്മോട് കൂടെ, കർത്താവിനെ പോലെ തന്നെയുള്ളൊരുവൻ നമ്മോട് കൂടി ഉള്ളത് കൊണ്ട് നാമും ജീവിക്കും. മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞത് എന്റെ താഴെ പറയാണ്, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. അവൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, അവൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിലയിൽ നിന്നും നമ്മിൽ അവൻ അന്യപ്പെടുകയില്ല. എൻ്റെ ഉള്ളിലൊരാളെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്നിൽ നിന്ന് അന്യപ്പെടാൻ, മാറിയിരിക്കാൻ അയാൾക്ക് സാധിക്കയില്ല. എന്നോട് കൂടെയുണ്ട്, എന്നിൽ ഉണ്ട്. അങ്ങനെയുള്ള അരികെ നിൽക്കുന്ന ഒരു സഹായിയെ ഞാൻ പോയാലും അങ്ങനെ ഒരു സഹായി നിങ്ങളോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ നേരിടാനായിട്ട് കഴിയും. ഞാനില്ലെന്ന് ആരും വിഷമിക്കില്ല. ഞാനില്ലെങ്കിലും എന്നെ പോലെ തന്നെയുള്ളൊരുവൻ നിങ്ങളോടുകൂടെ ഉണ്ട്. ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കും. മൂന്നാമതായിട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ നല്ല ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം കർത്താവ് എന്തിനാണെന്ന് ജീവിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ ജീവിക്കുന്നത്? താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അത് വിശ്വാസികളുടെ കാര്യമാണ്. നമ്മളാണ് യേശുക്രിസ്തു വഴി ദൈവത്തോട് അടുത്തിരിക്കുന്നവര്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് ഓൺ അവർ ബിഹാഫ്. നമുക്ക് പകരമായിട്ട് നമ്മുടെ പെറ്റീഷൻ, നമ്മുടെ അപേക്ഷകൾ പിതാവിന്റെ സന്നിധിയിൽ ഉണർത്തിക്കുവാൻ, നമ്മുടെ കാര്യം പറയുവാൻ പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് ജീവിക്കുകയാണ്. അതിന് താഴെ പറയാണ്, അതുകൊണ്ട് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പല ആശയങ്ങൾ ആ വാചകത്തിനുണ്ട്. അതിന്റെ ഒരാശയം, നമ്മുടെ രക്ഷയിൽ എന്തെല്ലാം നന്മകൾ, അനുഗ്രഹങ്ങൾ അടങ്ങിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് സാധിപ്പിച്ച് തരാനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുക. പൂർണ്ണമായി രക്ഷിക്കുക എന്നുള്ളതിന്റെ വേറൊരാശയം, ദൈവത്തിന് പ്രസാദകരമല്ലാത്തതായി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാറ്റിൽ നിന്നും പൂർണ്ണമായി നമ്മെ വിടുവിച്ച് കാക്കുവാൻ അവൻ പ്രാപ്തനാണ്. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ കാര്യങ്ങൾ പിതാവിന്റെ സന്നിധിയിൽ ഉണർത്തിക്കുക, നമ്മുടെ റെപ്രസെന്റേറ്റീവായിട്ട്, നമ്മുടെ കാര്യസ്ഥനായിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ അവൻ ജീവിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന് പ്രസാദകരമല്ലാത്തതായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി നമ്മെ വിടുവിക്കുവാൻ അവൻ ജീവിക്കുന്നു. രക്ഷയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അടങ്ങിയിട്ടുണ്ടോ ആ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുതരുവാൻ അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇങ്ങനെ ഒരാള് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്, ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കും. നാലാമതൊരാശയം,
യോഹന്നാന്റെ സുവിശേഷം തന്നെ നാം വായിച്ചു വരുന്ന ആ ഭാഗത്ത് തന്നെ 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് നോക്കി. കർത്താവ് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താനായിട്ട് പറയുകയാണ്. 14 നിങ്ങൾ 13 മുതൽ നോക്കുക. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. കർത്താവ് പോകുമ്പോൾ പറയാണ്, ഞാൻ പോവുകയാണ്, പക്ഷേ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾ എന്ത് ആവശ്യപ്പെടുമോ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ദ പ്രൊവിഷൻ ഓഫ് പ്രയർ, പ്രാർത്ഥന എന്നുള്ള വലിയൊരു കരുതൽ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുക. ഞാൻ പോവുക, പക്ഷേ നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കാം. അങ്ങനെ അപേക്ഷിച്ചാൽ അവനത് ചെയ്തു തരും. എന്ത് ചോദിച്ചാലും എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൽപ്പെട്ട ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് അത് കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പോകുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് തുറന്നു നിൽക്കുക, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മറുപടി തരുവാൻ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പദ്ധതി നിങ്ങൾക്കായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. നോക്കുക, കർത്താവ് പോകുകയാണ്. എന്നാൽ അവൻ അക്ഷരാർത്ഥത്തിൽ പോകുകയാണെങ്കിലും ആത്മീകമായി പറഞ്ഞാൽ അവൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം അവനെ കാണുന്നില്ലെങ്കിലും നാം നാളെ നോക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം, എന്ത് സംഭവിച്ചാലും നമുക്ക് കർത്താവുണ്ട്. ഇന്നലെയും എന്നും എന്നേക്കും മാറാത്തവനായി കർത്താവ് ജീവിക്കുന്നു. 2, തൻ്റെ പരിശുദ്ധാത്മാവിനെ, തന്നെ പോലെ തന്നെയുള്ള ഒരുവനെ നമ്മുടെ അരികിൽ നിൽക്കുവാൻ മനസ്സുള്ള, നമ്മെ താങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുള്ള, നമ്മെ നടത്തുവാൻ കഴിവുള്ള ഒരു സഹായിയെ നമ്മോടുകൂടെ തന്നുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് കർത്താവ് പോയത്. അവൻ വന്നു, അവൻ ഇന്ന് നമ്മോടുകൂടെ ഉണ്ട്. അവൻ നമ്മിലിരിക്കുന്നു, നമ്മോട് കൂടെ ഇരിക്കുന്നു, നമ്മുടെ അരികിലിരിക്കുന്നു. അവന്റെ പേര് സത്യത്തിന്റെ ആത്മാവെന്ന, സഹായി എന്ന. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നമുക്ക് വെളിച്ചം തരുവാൻ, വഴി പറഞ്ഞു തരുവാൻ, വഴി കാണിച്ചു തരുവാൻ, എതിലേ പോകണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുവാൻ ഒരു ഗൈഡായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെയുണ്ട്. 3ാമത് നാം പറഞ്ഞ കാര്യം, ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ജീവിക്കുക. എന്തിനാ ജീവിക്കുന്നത്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നമ്മുടെ കാര്യങ്ങളെല്ലാം പിതാവിന്റെ സന്നിധിയിൽ പറയുവാൻ, ദൈവത്തിന് പ്രസാദമില്ലാത്ത എല്ലാത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ, നമുക്ക് രക്ഷയുടെ പൂർണ്ണത അനുഭവവേദ്യമാക്കി തരുവാൻ, രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കത്തക്കവണ്ണമുള്ളതായ വഴികൾ ഒരുക്കി തരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ജീവിക്കുക. അവൻ ജീവിക്കുന്നുണ്ട്, നമ്മളും ജീവിക്കും. അവൻ പിതാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നുണ്ട്, നാമും ജീവിക്കും. തീർന്നില്ല. കർത്താവ് പോയെങ്കിലും കർത്താവിനോട് സംസാരിക്കാനും കർത്താവിൽ നിന്ന് കാര്യങ്ങൾ മേടിക്കാനുമുള്ള ഒരു വഴി ഒരുക്കിയിട്ടാണ് കർത്താവ് പോയത്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ നമുക്കറിയാം, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവെ ഇന്ന പ്രശ്നമുണ്ട്, കർത്താവെ എന്ന് വന്ന് സഹായിക്കണമേ, കർത്താവെ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ, കർത്താവിടെ വന്ന് സൗഖ്യമാക്കും. ഇന്ന് അങ്ങനെ പറയാൻ കർത്താവ് ഇല്ലല്ലോ എന്ന് നാം ആരും വിഷമിക്കണ്ട. അക്ഷരാർത്ഥത്തിൽ അവനിവിടെ ഇല്ലെങ്കിലും പ്രാർത്ഥനയെന്നുള്ള വലിയൊരു പ്രൊവിഷൻ അവൻ നമുക്ക് വെച്ചിട്ടുണ്ട്. അവൻ നമുക്ക് എന്ത് വേണമെങ്കിലും അവനോട് ചോദിക്കാം. അവൻ ജീവിക്കുന്നവനായതുകൊണ്ട് അവന് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുവാൻ സാധിക്കും. ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കും. ഇംഗ്ലീഷിൽ നമ്മളൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. താൻ വാഴുകയാൽ, അവൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് നാളെ നേരിടാനായിട്ട് കഴിയും. നമുക്ക് വേറെ ഒരു നിലയിലും നാളെ നേരിടാൻ കഴിയുകയില്ല. എന്ത് പറ്റും, എന്ത് സംഭവിക്കും ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ നമുക്ക് ധൈര്യത്തോടെ നാളെ നേരിടുവാൻ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊരു ധൈര്യമുണ്ട്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അവൻ നമ്മോടുകൂടെ
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ അവൻ ജീവിക്കുന്നവനോട് സംസാരിച്ച് അവനിൽ നിന്ന് ആനുകൂല്യങ്ങൾ മേടിക്കുവാൻ പ്രാർത്ഥന എന്ന പ്രൊവിഷനും അവൻ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ 4 കാരണങ്ങളാൽ അവൻ ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ആ വലിയ ധൈര്യത്തിൽ, ആ വലിയ സന്തോഷത്തിൽ എന്ത് ഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ വലിയ ധൈര്യത്തിലും സന്തോഷത്തിലും നമുക്ക് നാളെ നേരിടാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും.